ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടയുടെ റെസിപ്പിയുമായിട്ടാണ്. ഇത് തയ്യാറാക്കുന്നത് കടലപ്പരിപ്പ് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല ഈ അട തയ്യാറാക്കാനായിട്ട്. അതുപോലെ നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. ഈ അടയ്ക്ക് എൻ്റെ വീട്ടിൽ പല്ലട എന്നും കൂടി പറയാറുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ അട എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അട തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ മാവ് കുഴച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് മൈദമാവാണ് എടുത്തിരിക്കുന്നത്. നമുക്കിതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓയിലിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യ് ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇത് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ പുട്ടിനെല്ലാം കുഴച്ചെടുക്കുന്നത് പോലെ തന്നെ കുഴച്ചെടുക്കണം. എന്നാലും ഇത് നല്ല ക്രിസ്പി ആയിട്ട് നിൽക്കുകയുള്ളൂ. കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റുള്ളൂ. ഇതുപോലെ ഉണ്ടായിട്ട് വരണം. ഓയിൽ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് പാകത്തിന് വെള്ളം ഒഴിച്ച് ചപ്പാത്തിക്കെല്ലാം കുഴച്ചെടുക്കുന്നത് പോലെ കുഴച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് ഞാൻ ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. അപ്പോഴേക്കും ഇതിലേക്കുള്ള ഫില്ലിങ് നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു സോസ് പാൻ വെച്ചിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങയ്ക്ക് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ കൂടുതൽ ചേർക്കാവുന്നതാണ്. ഇതിനോടൊപ്പം തന്നെ നമുക്ക് 1 കപ്പ് കടലപ്പരിപ്പ് വേവിച്ചത് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് കടലപ്പരിപ്പ് അളന്നെടുത്തിട്ട് ഒരു മണിക്കൂർ ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചു. അതിനുശേഷം ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ കുക്കറിൽ വേവിക്കരുത്. കുക്കറിൽ വേവിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് വെന്ത് കലങ്ങിപ്പോവും. നമുക്കിങ്ങനെ കടിക്കുന്ന പരുവത്തിലാണ് വേണ്ടത്. അതുകൊണ്ട് നേരത്തെ ഒന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ അത് വേവിക്കുന്ന സമയത്ത് ഞാൻ ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം. കുറച്ച് മധുരം ഉണ്ടാവുന്നത് നല്ലതാണ്, നല്ല ടേസ്റ്റ് കാണുള്ളൂ. പിന്നെ കടലപ്പരിപ്പിലും മധുരമൊക്കെ പിടിക്കണം. അപ്പോൾ ഇതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരുപാട് സമയമൊന്നുമില്ല ഇതിന് കുക്കിംഗ് എന്ന് പറയുന്നത്, പെട്ടെന്ന് തന്നെ കഴിയും. ഈ പഞ്ചസാരയ്ക്ക് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് ശർക്കര ചേർക്കാവുന്നതാണ്. പക്ഷേ എനിക്ക് ശർക്കര ചേർക്കുന്നതിനേക്കാൾ കൂടുതൽ ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് ഈ പഞ്ചസാര ചേർക്കുമ്പോൾ തന്നെയാണ്. അപ്പോൾ കുറച്ച് ഹെൽത്തി ആയിട്ട് ചിന്തിക്കുന്നവർക്കാണെങ്കിൽ വേണമെങ്കിൽ ശർക്കര ചേർക്കാം. അതുപോലെ മൈദക്ക് പകരമായിട്ട് ഗോതമ്പ് പൊടിയും ചേർക്കാവുന്നതാണ്. ഞാൻ ഇതിലേക്ക് ഒരു 3 ഏലക്കായ് പൊടിച്ചെടുത്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരുപാട് സമയമൊന്നും വെക്കേണ്ട. ഇനി നമുക്കിത് അട തയ്യാറാക്കാം. അപ്പോൾ ഞാൻ ഇവിടെ തീ ഓഫാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അട തയ്യാറാക്കാം. അപ്പോൾ നേരത്തെ കുഴച്ച് വെച്ച മാവിൽ നിന്ന് നമുക്കൊരു ചപ്പാത്തിയുടെ കണക്കിന് ഉരുള എടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് ഒരല്പം മൈദ ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ നല്ല വലുതായിട്ട് തന്നെ പരത്തണം. അപ്പോൾ ഞാനിവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. ഒരു കുപ്പിയുടെ അടുപ്പോ അല്ലെങ്കിൽ കുക്കി കട്ടറോ ഉപയോഗിച്ചിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ന്യൂട്ടെല്ലയുടെ അടുപ്പ് വെച്ചിട്ടാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഓരോരുത്തർക്ക് എത്രത്തോളം വലിപ്പമാണോ അതിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ചെറിയ ചെറിയ അടയായിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ഫില്ലിങ് കുറച്ച് കുറച്ചായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഒരുപാട് വെക്കണ്ട, കുറച്ച് വെച്ച് കൊടുത്താൽ മതി. 1 ടീസ്പൂണോളം മതി. ഇനി നമ്മൾ സാധാരണ അട തയ്യാറാക്കുന്നത് പോലെ ഇതൊന്ന് ഒട്ടിച്ചെടുക്കാം. ഇനി ഇത് ഒട്ടിച്ചെടുത്ത ശേഷം ഇതൊന്ന് നമുക്കൊന്ന് പിരിച്ചെടുക്കാം. ഇങ്ങനെ പിരിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഒരു ഫോർക്ക് വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ നല്ല ഡിസൈന് കിട്ടും. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കാം. അപ്പം ഞാനിവിടെ എണ്ണ ചൂടാക്കാനായി വെച്ചിട്ടുണ്ട്. നമ്മൾ ഉണ്ടാക്കി വെച്ച അട ഓരോന്നായിട്ട് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എണ്ണ ഒരുപാട് ചൂടാവേണ്ട, ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇത് നമുക്ക് നല്ല ഇളക്കി ഗോൾഡൻ കളറിൽ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അത് നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വേണം എടുക്കാനായിട്ട്. ഇപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്കിത് കോരിയെടുക്കാം.
ഇത് ഒരുപാട് എണ്ണ ഒന്നും കുടിക്കില്ല. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം അത് ചെയ്തെടുക്കാനായിട്ട്, എന്നാലേ നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുകയുള്ളൂ. അപ്പം ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഞാനിതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. നല്ല ക്രിസ്പിയാണ്. ഇത് കാണുമ്പോൾ തന്നെ ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. അതുപോലെ തന്നെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യണം. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി പുതിയൊരു റെസിപ്പിയുമായിട്ട് വരാം. അതുവരേക്കും ബായ്.